ഇറാനും അമേരിക്കയും നിർത്തുമ്പോൾ കിം ജോങ് ഉൻ തുടങ്ങുകയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴിതാ ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചയുടൻ കിം ജോങ് ഉന്നിന്റെ സൈന്യം ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2026 ഏപ്രിൽ 8 ബുധനാഴ്ച ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പെട്ടെന്ന് ഒരു അടിയന്തര മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുന്നു. ഈ മുന്നറിയിപ്പ് അനുസരിച്ച് ഉത്തര കൊറിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചു. അതിനാൽ ജാപ്പനീസ് സർക്കാർ ഉടൻ തന്നെ പ്രവർത്തനക്ഷമമാക്കി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും സജീവമാക്കി. ഈ മിസൈലിന്റെ ദിശ, ഉയരം, ദൂരം എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ജാപ്പനീസ് സർക്കാർ നിലവിൽ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ മുൻകരുതൽ എന്ന നിലയിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജാപ്പനീസ് പ്രദേശത്ത് മിസൈലുകൾ പതിച്ചിട്ടില്ലെങ്കിലും അധികൃതർ ജാഗ്രത പാലിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉത്തര കൊറിയയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ ജപ്പാൻ വളരെ ഗൗരവകരമായിട്ടാണ് കാണുന്നത്. ഉത്തര കൊറിയ മിസൈൽ പരീക്ഷിക്കുമ്പോഴെല്ലാം ജപ്പാന്റെ ക്രൈസിസ് മാനേജ്മെന്റ് യൂണിറ്റ് തത്സമയ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങും. ഇത്തവണയും മിസൈൽ വിക്ഷേപിച്ച ഉടൻ തന്നെ സുരക്ഷാ ഏജൻസികൾ സജീവമായി പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഈ മിസൈൽ ജാപ്പനീസ് പ്രദേശത്ത് പതിച്ചിട്ടില്ല. എന്നിരുന്നാലും പൊതുജനങ്ങൾക്ക് സമയബന്ധിതവും കൃത്യവുമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ ജാപ്പനീസ് പ്രധാനമന്ത്രി എല്ലാ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തന്റെ സൈനിക ശക്തി പ്രകടിപ്പിക്കാനും അയൽ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകാനും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഇത്തരം പരീക്ഷണങ്ങൾ നിരന്തരം നടത്താറുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയയുടെയും അമേരിക്കയുടെയും സൈനികാഭ്യാസങ്ങൾക്ക് മറുപടിയായി ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ ഉത്തര കൊറിയ പരീക്ഷിച്ചു വരികയാണ്. മിക്ക മിസൈലുകളും കിഴക്കൻ കടലിലേക്കാണ്, അതായത് ജാപ്പനീസ് കടലിലേക്കാണ് വിക്ഷേപിക്കുന്നത്. ഇത് ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും ആശങ്കാജനകമാണ്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഉത്തര കൊറിയയെ ആണവ മിസൈൽ പരീക്ഷണങ്ങളിൽ നിന്ന് വിലക്കിയിട്ടും അവർ നിരന്തരം ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് മിസൈൽ പരീക്ഷണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.